ഫിതനു അലൽ ഖുലൂബ്, ഖൽബുകൾക്ക് ഫിത്നകൾ പ്രദർശിപ്പിക്കപ്പെടും. ആ വാക്ക് നോക്കണം, തുഅറദു, നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടും. അൽ ഫിതൻ, ഫിത്നകൾ. ആലോചിച്ച് നോക്കി, എന്താണ് പറയണത്? എവിടെയോ നടന്ന ഫിത്ന നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടും. നമ്മുടെ ലാപ്പ്, നമ്മുടെ ഡെസ്ക്ടോപ്പ്, നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ, ഒരുപാട് തിന്മകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുക. ആരൊക്കെയോ ചെയ്ത വ്യഭിചാരത്തിന്റെ കഥ നിങ്ങളുടെ മുമ്പിൽ. തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി ഊദൻ ഊദ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്നിലേക്ക് കടന്നാൽ അതിന്റെ ലിങ്കിന്റെ ലിങ്ക്, ഇങ്ങനെ ഒരുപാട് ദുഷിച്ച കൂട്ടുകാരുടെ ഒരുപാട് അക്കൗണ്ടുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ ഒരു സമയം വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാലും മുമ്പിൽ അത് ഓപ്പൺ ആയി പോകും. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഖൽബുകൾക്ക് ഫിത്നകൾ ഓപ്പൺ ചെയ്യപ്പെടും. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ സ്ക്രീനിൽ അത് പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്, തീരില്ല. സൗദി അറേബ്യയിലെ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു വിഭാഗം അവര് പുറത്തുവിട്ട സംഗതി, ഒരു ദിവസം മിനിമം 500 അശ്ലീല വെബ്സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഒരു ദിവസം പുതിയ 500, ഒരു ദിവസം മിനിമം 500 വെബ്സൈറ്റുകൾ ഫോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ടത് അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഓൺ എ ഡെയിലി ബേസിസ് നടക്കുക. ചിലപ്പോൾ 1000, 2000 ഒക്കെ ആയിരിക്കും. ആവറേജ് നോക്കിയാൽ 500 പുതിയ അനാവശ്യമായ കാര്യങ്ങൾ മനുഷ്യരിലേക്ക് പ്രചരിപ്പിക്കുന്ന, തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ വെബ്സൈറ്റുകൾ മിനിമം 500 എണ്ണം നടന്നുകൊണ്ടിരിക്കേണ്ടത്, മിനിമം ഒരു ദിവസം ജന്മെടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മുടെ മക്കൾ വളരുന്നത്, അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്, അങ്ങനത്തെ ഒരു ലോകത്ത് മാതാപിതാക്കൾക്ക് ഒന്നും മക്കളുടെ മേൽ ചെയ്യാൻ പറ്റില്ല. അവരുടെ ലോകം വേറെ എവിടെയോ ആണ്. നമുക്ക് we have no control upon them. അള്ളാഹുവിന്റെ ഒരു മുറാഖബത്ത് ഇല്ലെങ്കിൽ, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന മക്കൾക്ക് ബോധമില്ലെങ്കിൽ, ഒരു നിലക്കും അവരെ നമുക്ക് വഴി നടത്താൻ പറ്റാത്തൊരു ലോകമാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്. ഇങ്ങനെ ഒരു ഫിത്നകൾ നടക്കുന്ന കാലമാണ്. ഈ ഫിത്നകൾ ഖൽബിനെ മരിപ്പിച്ചു കളയും, ഖൽബിന്റെ ജീവൻ നഷ്ടപ്പെടുത്തും. തിന്മകൾ കാണുന്തോറും കൽബ് മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അനാവശ്യമായത് കാണല്ലേ. മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ടെക്നോളജി, പറയേണ്ടതില്ലല്ലോ. മിസ്യൂസ് ചെയ്യുക, മനുഷ്യന്റെ അഹങ്കാരവും, മനുഷ്യന്റെ ഉള്ളിലെ ദേഷ്യവും, മനുഷ്യന്റെ അഹങ്കാരവും, അവന്റെ വിദ്വേഷവും, അവന്റെ പകയും, അവന്റെ ശത്രുതയും, ഇതൊക്കെ നിരന്തരം അശ്ലീലങ്ങളും അല്ലാതെയുമായി, തെറിപ്രഭാഷണങ്ങളും ആക്ഷേപങ്ങളുമായി മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്തിനെ ദുരുപയോഗം ചെയ്യുന്ന കാലം. ദുരുപയോഗം ചെയ്യാം, ഒരുപാട് നന്മകൾക്ക് ഉപയോഗിക്കാം. ആയിരക്കണക്കിന് ദീനീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള വലിയ വലിയ ലൈബ്രറികൾ നമുക്ക് ഓൺലൈൻ ഓപ്പൺ ചെയ്യാം. കിതാബുകൾ എത്ര പെട്ടെന്ന് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തത് അല്ലാമ ഇബ്നുൽ ഖയ്യിമയുടെ കിതാബ. ആ കിതാബ് ലൈബ്രറിയിൽ പോയി എടുക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് വിത്തിൻ എ ക്ലിക്ക് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയി കഴിഞ്ഞു. എത്ര ഉപകാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ പകരം ഒരുപാട് തിന്മകൾ. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, നിങ്ങളുടെ കൽബുകളിലേക്ക് അല്ലാഹു തആല ഫിത്നകൾ പ്രത്യക്ഷപ്പെടുത്തുന്ന സമയം വരാൻ പോകുന്നുണ്ട്. ഫഅയ്യു ഖൽബിൻ നുശ്രിബഹാ, ഏതൊരു ശരീരത്തിനാണോ അത് കുടിപ്പിക്കപ്പെടുന്നത്, പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കുന്നത്, ആസ്വാദനം തോന്നൂലേ, ആസ്വദിക്കുന്നത്, അങ്ങനത്തെ ഹൃദയം, അതിലാണ് കറുത്ത പാട് വീഴുന്നത്. നിങ്ങൾ കണ്ടു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ഒരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ഒരു വീഡിയോ, നോ വി ഷുഡ്ന്റ് സീ ഇറ്റ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേ. ഉടനെ തൗബ ചെയ്യുക അല്ലാഹുവിനോട്, പഠിച്ചവനെ കാണാൻ പാടില്ല, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ഉടനെ ഡിലീറ്റ്. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യും മനുഷ്യന്മാര്, ആവശ്യമുള്ളതോ അനാവശ്യമുള്ളതോ, അനാവശ്യമായതും വേണ്ടാത്തതും ഒക്കെ അസ്തഗ്ഫിറുല്ലാഹ് അലീം ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷേ നിങ്ങൾ അത് ആസ്വദിക്കാൻ നിന്നാൽ, ഫമൻ ഉശ്രിബഹാ, ആ കാണുന്നത് നിങ്ങൾ നോക്കുകയോ ആസ്വദിക്കുകയോ ചെയ്താൽ, നുകിതത് ഫീഹി നുക്തത്തുൻ സൗദാ, ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു തആല മരണത്തിന്റെ ആണിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഖൽബ് മരിക്കാൻ പോകുന്നു, കറുത്ത പാടുകൾ നിരന്തരമായി വീണുകൊണ്ടിരിക്കുക. ഇൻ എവറി സെക്കൻഡ് യു സ്പെൻഡ് ബിഫോർ ഇറ്റ്, നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡിനും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വഅയ്യു ഖൽബിൻ അൻകറഹാ, ഏതൊരു ഹൃദയമാണോ അത് വെറുക്കുന്നത്, ആ വെറുപ്പ് കാണിച്ചതിന് പകരം ഹൃദയത്തിൽ വെളുത്ത ഡോട്ടുകൾ വീഴുന്നുണ്ട്. കറുത്തതിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ വെളിച്ചം വരുന്ന വെളുത്ത പുള്ളികൾ അല്ലാഹു വീഴ്ത്തുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ എതിർക്കുകയോ മനസ്സുകൊണ്ട് വെറുക്കുകയോ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം സമമാണെന്നാണ്. ഒന്ന്, ഒരു തിന്മ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നിരുന്നു, എഴുന്നേറ്റ് പോകാൻ വയ്യ, അങ്ങനെ കുടുങ്ങിപ്പോയി. നിങ്ങൾ മനസ്സുകൊണ്ട് വെറുത്തു, അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ അവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, കുടുങ്ങിപ്പോയതാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നുണ്ട്, നിങ്ങളത് ചെയ്യാത്തവനെ പോലെയാണ്. വേറെ ഒരാൾ അവിടെ ഇല്ല, അവിടെ നടന്ന ആ സംഗതി കേട്ടപ്പോൾ അടച്ചോൻ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ, എനിക്ക് കൊതിയായിരുന്നതൊന്ന് കാണാൻ എന്നവൻ പറഞ്ഞു. അവൻ ഇവിടെ ഇല്ലെങ്കിലും അത് ചെയ്തവന്റെ കുറ്റം അവനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിന്റെ ഉള്ളിലാ പ്രശ്നം കിടക്കുന്നത്. നിങ്ങൾ കുടുങ്ങിപ്പോയതല്ലേ, നിങ്ങൾ അതിനെ എതിർത്തു, നിങ്ങളുടെ ഖൽബ് കൊണ്ട് നിങ്ങൾ വെറുത്തു. നിങ്ങളുടെ ഖൽബിൽ കറുത്ത പുള്ളിയല്ല വീഴുന്നത്, വെളുത്ത പുള്ളി വീഴുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. തിന്മ ചെയ്തിട്ട് അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അതിന്റെ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നെണ്ണമായി ഇനിയും ബാക്കിയുണ്ട്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. സമയം വല്ലാതെ പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ. ഈ